ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ വേദിയിലിരിക്കുന്ന കർത്തൃദാസന്മാർ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ എൻ്റെ ഭാവനയുടെ പേര് അന്നമ്മ കൊച്ചമ്മയും ഓൺലൈൻ കൂട്ടായ്മയും. 2-3 ദിവസമായി തകർത്ത് പെയ്യുന്ന മഴ. 3 ദിവസമായി കൊച്ചമ്മ പുറത്തോട്ട് ഇറങ്ങിയിട്ട്. കൊച്ചമ്മ അടുക്കള ഭാഗത്തെ ജനാലവാതിൽക്കൽ കൂടി പുറത്തേക്ക് നോക്കി. കർക്കിടകത്തിൽ ഇട്ട കപ്പയുടെ നാമ്പ് മുകളിൽ നിൽക്കുന്നത് കണ്ടു. വെള്ളം ഒന്ന് വലിഞ്ഞെന്ന് മനസ്സിലായി. മുൻവശത്തെ കതക് തുറന്ന് പുറത്തേക്ക് കണ്ണോടിച്ചു. താഴത്തെ വീടുകളിലും പറമ്പിലും വെള്ളം കയറി. ഭാഗ്യം, കുറച്ച് പൊക്കത്തിരിക്കുന്ന എൻ്റെ വീട്ടിൽ മാത്രം വെള്ളം കയറിയില്ല. അയൽക്കാർ കേൾക്കെ കൊച്ചമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. ഈ വാക്യം പറഞ്ഞു കഴിഞ്ഞ് നോക്കിയതും കൊച്ചമ്മ ഞെട്ടിപ്പോയി. വീടിൻ്റെ വടക്കേ മൂല ഇടിഞ്ഞ് താണിരിക്കുന്നു. വീടിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി വീട് മറിഞ്ഞു പോയാൽ എന്തു ചെയ്യും? നീതിമാനായ ദൈവത്തെ വിളിച്ച് കൊച്ചമ്മ അകത്ത് കയറിപ്പോയി. ഈ ആപത്ത് സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കാനായി വർഗീസ് പാസ്റ്റർ നടത്തുന്ന ഓൺലൈൻ കൂട്ടായ്മയുടെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് നോക്കി. പക്ഷേ അതിലൊന്നും വരുന്നില്ല. പലവട്ടം ക്ലിക്ക് ചെയ്തിട്ടും ആ ഓൺലൈൻ കൂട്ടായ്മയുടെ ലിങ്ക് പാഴും ശൂന്യവുമായി തന്നെ നിന്നു. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓൺലൈൻ കൂട്ടായ്മ കാണാതായതോടെ കൊച്ചമ്മയ്ക്ക് അങ്കലാപ്പായി. എന്നാൽ പിന്നെ കൂട്ടു സഹോദരങ്ങളും ഓൺലൈൻ കൂട്ടായ്മയുടെ സ്ഥിരം അംഗങ്ങളായ ബേബിച്ചൻ്റെയും സൂസമ്മയുടെയും അടുത്ത് പോകാൻ കൊച്ചമ്മ തീരുമാനിച്ചു. കിട്ടിയ നേരിയത് വാരി ചുറ്റി ചാറ്റൽ മഴയത്ത് കുടയും ചൂടി അങ്ങോട്ട് കുതിച്ചു. പോയ വഴിക്ക് സഭയിലെ PYP സെക്രട്ടറി ജീന മോൾ മഴ നനഞ്ഞ് നിൽക്കുന്നത് കണ്ടു. എന്താ മഴ നനഞ്ഞതെന്ന് കൊച്ചമ്മ ചോദിച്ചു. നല്ല മഴ, നല്ല കാറ്റ്, നല്ല കോടമഞ്ഞ്, പൊളി വൈബ്, ഇൻസ്റ്റഗ്രാം റീൽസിന് വീഡിയോ എടുക്കുവാണെന്ന് ഉത്തരം പറഞ്ഞു. കൊച്ചമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മഴ നനഞ്ഞാൽ പനി പിടിക്കും. വീട്ടിൽ കയറി പോകാൻ പറഞ്ഞ് കൊച്ചമ്മ നടന്നു നീങ്ങി. അവരുടെ വീടിൻ്റെ കുറച്ച് അടുത്തെത്തിയപ്പോഴേക്കും ബേബിച്ചൻ്റെ സങ്കീർത്തനം വായന കേൾക്കാം. കുറച്ചുകൂടി അടുത്ത് വന്ന് ശ്രദ്ധിച്ചപ്പോൾ സങ്കീർത്തനം വായനയുടെ ഈണത്തിൽ അരിക്കൊമ്പൻ്റെയും ചക്കക്കൊമ്പൻ്റെയും വാർത്താ വായന. സ്വാതന്ത്ര്യമുള്ള വീടായതുകൊണ്ട് ഉള്ളിലേക്ക് കയറി ചെന്ന് കുടയുടെ പാത്തി വെച്ച് ബേബിച്ചൻ്റെ പുറകിൽ തട്ടിയിട്ട് ചോദിച്ചു: ബൈബിൾ തന്നെയാണോ ബേബിച്ച വായിക്കുന്നത്? സ്ഥലകാല ബോധം വീണ ബേബിച്ചൻ പറഞ്ഞു: കൊച്ചമ്മേ, രാവിലെ ബൈബിൾ വായിക്കാൻ മൊബൈൽ എടുത്തതാ. അപ്പോഴാണ് വാർത്തയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. കൈ അറിയാതെ നോട്ടിഫിക്കേഷനിൽ മുട്ടി ഞാൻ വാർത്തയിലോട്ട് അങ്ങ് പോയി. കൊച്ചമ്മ വന്ന കാര്യം വിശദീകരിച്ചു പറഞ്ഞു. ഇതെല്ലാം കേട്ട് ബേബിച്ചായൻ ഓൺലൈൻ കൂട്ടായ്മയുടെ ലിങ്കിൽ കയറി പരിശോധിച്ചു. നേരാണ്, ഒന്നും കാണാനില്ല. ആ സമയമാണ് പാൽക്കാരൻ മത്തായി അതുവഴി വന്നത്. മത്തായി അവരോട് ചോദിച്ചു: നിങ്ങൾ അറിഞ്ഞോവല്ലോ, ദേ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഒന്ന് നോക്കിക്കേ, എവിടെയൊക്കെയോ ആരൊക്കെയോ കാണാനില്ലെന്ന് പറയുന്നു. കർത്താവ് വന്നെന്ന് തോന്നുന്നു. ബേബിച്ചായൻ തൻ്റെ ഭാര്യ സൂസമ്മയെ ആ സമയം തെരഞ്ഞു. സൂസമ്മയെ കാണാനില്ല. എല്ലാവർക്കും പേടിയായി. അവസാനം സഭയിലെ പാസ്റ്ററെ വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങേ തലയ്ക്കൽ പാസ്റ്ററുടെ ശബ്ദം കേട്ട് കൊച്ചമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തി. കാര്യങ്ങൾ കേട്ട പാസ്റ്റർ അവരുടെ അടുത്തെത്തി. നാളുകളായി ഓൺലൈൻ കൂട്ടായ്മ മാത്രം കൂടിയിരുന്ന് അവരെ കണ്ടപ്പോൾ പാസ്റ്റർക്ക് വിഷമവും സഹതാപവും തോന്നി. പാസ്റ്റർ അവരോട് പറഞ്ഞു: പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. ഈ കാലഘട്ടത്തിൽ അനേകം വ്യാജ വാർത്തകൾ നമ്മൾ കാണും, കേൾക്കും. അതൊന്നും ആയിരിക്കില്ല നമ്മളെ വഴി നടത്തുന്നത്. നമ്മളെ വഴി നടത്തേണ്ടത് ദൈവവചനമായിരിക്കണം. ആ സമയം കാണാനില്ലായിരുന്ന സൂസമ്മാമ്മ കയറി വന്നു. എവിടെ പോയതാണെന്ന് ബേബിച്ചായൻ തിരക്കി. രാവിലെ തൊട്ട് ഓൺലൈൻ കൂട്ടായ്മ കാണാതിരുന്നപ്പോൾ മൊബൈലിൽ കണ്ടൊരു കൂട്ടായ്മയ്ക്ക് പോയതാണെന്നും അവിടെ ചെന്നപ്പോൾ ഏതോ കുരുത്തം കെട്ട പിള്ളേരുടെ വാട്സാപ്പ് കൂട്ടായ്മ ആയിരുന്നുവെന്നും പിന്നെ തിരിച്ചു പോന്നെന്നും ഉത്തരം പറഞ്ഞു. ഇതെല്ലാം കേട്ട് പാസ്റ്റർക്ക് ദേഷ്യവും വിഷമവും വന്നു. സകല നിയന്ത്രണവും എടുത്ത് അവരോട് ആ നഗ്ന സത്യം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇതുവരെ കൂടിയിരുന്ന ഓൺലൈൻ കൂട്ടായ്മ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് ആരോ നടത്തിയതാണെന്നും നിങ്ങൾക്ക് പരിചയമുള്ള വർഗീസ് പാസ്റ്ററെ കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ പോലീസ് കസ്റ്റഡിയിലാണെന്നും അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ കൂട്ടായ്മയുടെ ലിങ്കുകൾ പോലീസ് നിരോധിച്ചെന്നും പറഞ്ഞു. ഇത് കേട്ട് കൊച്ചമ്മയ്ക്ക് ഇത്രയും നാൾ കൊടുത്തിരുന്ന ദശാംശത്തിൻ്റെയും സ്തോത്രാഴ്ചയുടെയും പൈസ ഓർത്ത് കണ്ണിൽ ഇരുട്ട് കയറി, തല കറങ്ങി, BP കൂടി. കൊച്ചമ്മയെ കസേരയിലിരുത്തി BP-യുടെ ഗുളികയും വെള്ളവും കൊടുത്തു. നോർമലായപ്പോൾ പാസ്റ്റർ വീണ്ടും തുടർന്നു: പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും വരാനിരിക്കുന്ന കാലഘട്ടത്തിലും സംഭവിക്കുന്ന വലിയൊരു ദുരന്തമായിരിക്കും പ്രായഭേദമന്യേ ആളുകൾ ഓൺലൈൻ കൂട്ടായ്മയുടെ അടിമകളാകുക. ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് നടത്തുന്ന ചർച്ചകൾ കേരളത്തിലും വന്നേക്കാം. സഭാ ശുശ്രൂഷന്മാർ വിവാഹത്തിനും ശവടക്കത്തിനും ഇങ്ങനെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കാണുന്ന ആളുകളായി മാറും. സഭയിൽ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളുടെ എണ്ണം കൂടും. വരുന്ന തലമുറകൾക്ക് സഹോദര സ്നേഹം നഷ്ടപ്പെടും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കിട്ടുന്ന പ്രാർത്ഥന കൈത്താങ്ങലുകൾ ഇല്ലാതെയാകും. ഒന്നിച്ചുള്ള ആരാധനയിൽ കിട്ടുന്ന ആത്മീയ സന്തോഷം ഇല്ലാതെയാകും.
ഏകാന്തതയുടെ തടവറയിലേക്ക് എന്നേക്കുമായി തലമുറകൾ നീങ്ങും. ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്നും അവരെ പാസ്റ്റർ ബുദ്ധി ഉപദേശിച്ചു. അവർ പുതിയൊരു തീരുമാനത്തിലെത്തി. പാസ്റ്റർ സഭയിൽ മടങ്ങി വന്ന സഹോദരങ്ങളെയും മേസ്ത്രിയും കൂട്ടി കൊച്ചമ്മയുടെ വീടിൻ്റെ ഇടിഞ്ഞ മൂല ശരിയാക്കി കൊടുത്തു. യഥാർത്ഥ കൂട്ടായ്മയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് കൊച്ചമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തി. താങ്ക് യു.